അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ഇന്ന് പരിശുദ്ധമായ മുഹറം മാസം 9ാമത്തെ ദിവസമാണ്. ഇന്ന് മഗ്‌രിബിയോടുകൂടെ ഏറെ പുണ്യങ്ങൾ നിറഞ്ഞ, ഏറെ ശ്രേഷ്ഠതകൾ നിറഞ്ഞ, ഏറെ മഹത്വങ്ങൾ നിറഞ്ഞ മുഹറം 10ന്റെ രാവ് അഥവാ ആശൂറയുടെ രാവ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനിയുള്ള സമയങ്ങളിൽ, ഇന്നത്തെ രാത്രിയിലും നാളത്തെ പകലിലും ഒക്കെ നാം ചൊല്ലേണ്ട ദിക്റുകള്, സ്വലാത്തുകള്, മന്ത്രങ്ങള്, ആയത്തുകള്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, അതുപോലെ തന്നെ ആശൂറ നോമ്പിന്റെ നിയ്യത്ത്, അശുദ്ധിയുള്ള സ്ത്രീകൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഇൻഷാ അല്ലാഹ് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകള് ഹാസിലാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ വിഷമങ്ങള് അകറ്റിത്തരട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. എല്ലാവരുടെ സങ്കടങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ. ഇന്ന് എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം ഹംദ് പറയൂ. അൽഹംദുലില്ലാഹ് അൽഫ മറ, അൽഹംദുലില്ലാഹ് അൽഫ മറ, അൽഹംദുലില്ലാഹ് അൽഫ മറ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഹംദ് പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ ദിവസങ്ങളിലൊക്കെ രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് നടക്കാറുണ്ട്. ആയിരങ്ങൾ അതിൽ പങ്കെടുക്കുന്നു. ഒരുപാട് ആളുകൾക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും ലഭിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളും അതിൽ പങ്കെടുക്കുക, പുണ്യം കരസ്ഥമാക്കുക, ബറക്കത്ത് കരസ്ഥമാക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 6 മണിക്ക് കൃത്യമായി പങ്കെടുക്കാൻ പ്രയാസമുള്ള ആളുകൾ, നിങ്ങൾക്ക് എപ്പോഴാണോ ഒഴിവുള്ളത് ആ സമയത്ത് പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. നമ്മളൊക്കെ പ്രതീക്ഷിച്ച പരിശുദ്ധമായ മുഹറം 9ാമത്തെ ദിവസമാണ് ഇന്നുള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ രാത്രി മഗ്‌രിബിയോടുകൂടെ നമ്മളിലേക്ക് കടന്നു വരുന്നത് ഈ മുഹറം മാസത്തിലെ ഏറ്റവും പോരിശുകൾ നിറഞ്ഞ, ഏറ്റവും പവിത്രമായ, ഏറ്റവും പുണ്യങ്ങൾ നിറഞ്ഞ മുഹറം 10ന്റെ രാവ് കടന്നു വരികയാണ്. അഥവാ ആശൂറയുടെ രാവ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. നമ്മൾക്കറിയാം മുഹറം 10 എന്ന് പറയുന്നത് ഒരുപാട് സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിർഔൻ എന്ന് പറയുന്ന കിങ്കറിൽ നിന്ന്, ഫിർഔൻ എന്ന് പറയുന്ന ശത്രുവിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി എന്നുള്ളത്. അതോടൊപ്പം തന്നെ യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അല്ലാഹു സംരക്ഷിച്ചത് മുഹറം 10നാണ്. പ്രിയമുള്ളവരെ, മഹാനരായ ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് 400 വർഷം തൗബ ചെയ്തിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം. ആദം നബി അലൈഹിസ്സലാമിന്റെ തൗബ അള്ളാഹു സ്വീകരിച്ചത് മുഹറം 10നായിരുന്നു. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന പരിശുദ്ധമായ മുഹറം 10. ആ മുഹറം 10ന്റെ രാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോ നമ്മൾ തയ്യാറാവണ്ടേ? നമ്മൾ അതിനെ പ്രതീക്ഷിച്ചിരിക്കണ്ടേ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് നോമ്പനുഷ്ഠിച്ച ഉമ്മമാരൊക്കെ ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മളുടെ സൽക്കർമ്മങ്ങളൊക്കെ മുഴുവനും സ്വീകരിക്കട്ടെ. അപ്പൊ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ നേരത്തെ തയ്യാറാക്കി വെക്കുക എന്നുള്ളത് വളരെ നല്ല ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നോമ്പ് തുറപ്പിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ നോമ്പ് തുറപ്പിക്കുകയും ചെയ്യുക. അതോടൊപ്പം മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് മുഹറം 10ന്റെ രാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ തന്നെ മഗ്‌രിബ് നിസ്കാരത്തിന്റെ മുമ്പ് ഉളു ഒക്കെ എടുത്ത് മഗ്‌രിബിയെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മൾ ചൊല്ലേണ്ട ഒരു തസ്ബീഹ് ഉണ്ട്. ഏതാണ് ആ തസ്ബീഹ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. പഴയ കാലത്തൊക്കെ പള്ളിയിൽ നിന്നത് കേട്ടിരുന്നു. ഇന്നത് പള്ളിയിൽ അത് ചെല്ലാൻ ആളുകൾ വരുന്നില്ല. അതൊക്കെ എടുത്തു പോയിട്ടുണ്ട്. ചൊല്ലിക്കാണേം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. മഗ്‌രിബിയുടെ മുമ്പായി തസ്ബീഹ് ചൊല്ലല് പുണ്യമുണ്ട്. അപ്പൊ ഈ തസ്ബീഹ് എല്ലാവരും ചെയ്യുക. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നോമ്പുള്ള ആളുകളൊക്കെ നോമ്പ് തുറക്കുക. നോമ്പ് തുറക്കാതെ മഗ്‌രിബ് നിസ്കരിക്കരുത്. അപ്പൊ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ മഗ്‌രിബ് നിസ്കാരം കഴിവതും ജമാഅത്തായി നിസ്കരിക്കുക. പുരുഷന്മാരൊക്കെ പള്ളിയിലേക്ക്
പള്ളിയിലേക്ക് ജമാഅത്തിന് പോവുക. ഉമ്മമാര് വീട്ടിൽ ജമാഅത്തായി നിസ്കരിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ജമാഅത്തായി നിസ്കരിക്കണം. അതോടൊപ്പം തന്നെ എന്റെ ക്ലാസ് കേൾക്കുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ പകലിൽ തന്നെ നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. ആ ദിക്ർ ഏതാണ്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്റിന്റെ വാർഷികമാണ് പ്രിയമുള്ളവരെ, മുഹറം 10 ഈ ദിക്റിന്റെ വാർഷികമാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഒരു 40 പ്രാവശ്യം പറയണം ഇന്നത്തെ പകലിൽ, അഥവാ മുഹറം 9 പകലിൽ. ഇനി വരുന്ന ഈ മുഹറം 10 രാവ് നമ്മളിലേക്ക് കടക്കലോടുകൂടെ നമ്മൾ ഈ പറഞ്ഞ ദിക്ർ ധാരാളം ചെല്ലണം. ഒരു 313 അതല്ലെങ്കിൽ 1000 പ്രാവശ്യം 500 പ്രാവശ്യം ഒക്കെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ ചൊല്ലിയ ഈ ദിക്റിന് ഒരുപാട് പോരിശകളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വിഷമങ്ങൾ വരുമ്പോ, സങ്കടങ്ങൾ വരുമ്പോ ഈ ദിക്ർ എല്ലാ മതിയെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഈ പോരിശയുള്ള രാത്രിയിലെ ഒരു 400 പ്രാവശ്യമോ അതല്ലെങ്കിൽ ഒരു 313 പ്രാവശ്യമോ, 500 ആകാം, 1000 ആകാം, എത്രയുമാകാം, നിങ്ങൾക്ക് കഴിയുന്ന അത്ര ചൊല്ലുക. അതുപോലെ നിങ്ങൾ സാധാരണ ഓതുന്ന ദിക്റുകളും സ്വലാത്തുകളും സൂറത്തുകളൊക്കെ ഓതണം. സൂറത്തുൽ വാഖിയ ഓതണം, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം, അതോടൊപ്പം തന്നെ സൂറത്ത് യാസീൻ പാരായണം ചെയ്യണം, ആയത്തുൽ കുർസി ഓതണം, ആമൻ റസൂൽ ഓതണം. അതോടൊപ്പം തന്നെ സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്ത് ഓതാൻ മറക്കരുതേ. ഏതാണത്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹദീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇത് ഇൻഷാ അല്ലാഹ് ആരും മറക്കാതെ ഒരു 7 പ്രാവശ്യമെങ്കിലും ഇന്നത്തെ രാത്രിയിലും ഇത് കേൾക്കുമ്പോൾ സമയത്തും നിങ്ങൾ ചൊല്ലണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചൊല്ലേണ്ട മറ്റൊരു ദിക്ർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന് പറഞ്ഞാണ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ പറയും. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്റും ഒരു 100 പ്രാവശ്യം പറഞ്ഞോ. 100 പ്രാവശ്യത്തിൽ കൂടുതൽ പറയാൻ കഴിയുന്ന ആളുകൾ 100 പ്രാവശ്യത്തിൽ കൂടുതൽ പറയുക എന്നുകൂടെ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പറയണം ഒരു പ്രാർത്ഥന. ഒരുപാട് ആളുകൾ രോഗികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനരായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗം ഷിഫയാക്കി കൊടുത്തത് മുഹറം 10-നാണ്. അപ്പൊ ഒരുപാട് ആളുകൾ രോഗം മാറാൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ക്യാൻസർ ഉള്ള ആളുകളുണ്ട്, നമ്മളെ ക്ലാസ് കേൾക്കുന്ന ആളുകൾ തന്നെ ഉണ്ട്. ക്യാൻസർ ഉള്ള ആളുകൾ, പ്രഷർ ഉള്ളവർ, ഷുഗർ ഉള്ളവർ, കാലുവേദന, ഊരവേദന, കണ്ണുവേദന, ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകൾ, പുറത്ത് പറയാൻ മടിയുള്ള അസുഖമുള്ള ആളുകളുണ്ട്. അപ്പൊ രോഗം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദുആ പ്രാർത്ഥിക്കുക. ഏതാ? അല്ലാഹുമ്മശ്ഫി അംറാലനാ വ അംറാല മൻ നൗസ്വാനാ. അങ്ങനെ അല്ലാഹുമ്മശ്ഫി അംറാലനാ വ അംറാല മൻ നൗസ്വാനാ യാ ശാഫിയൽ അംറാദ്. ഒന്നുകൂടെ അല്ലാഹുമ്മശ്ഫി അംറാലനാ വ അംറാല മൻ ഔസ്വാനാ യാ ശാഫിയൽ അംറാദ്. ഈ പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കുക. അതിന്റെ അർത്ഥം എന്താ? അല്ലാഹുമ്മശ്ഫി അംറാലനാ, അല്ലാഹുവേ ഞങ്ങളെ അസുഖങ്ങൾ നീ ശിഫയാക്കണേ. വ അംറാല മൻ ഔസ്വാനാ, ഞങ്ങളോട് വസിയത്ത് ചെയ്തവരുടെ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. ഇതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ പ്രാർത്ഥന എല്ലാവരും ധാരാളം പ്രാർത്ഥിക്കുക, രോഗങ്ങളൊക്കെ ശിഫയാകട്ടെ. അതുപോലെ തന്നെ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. ഏത് സ്വലാത്താണ് ഉസ്താദെ ചെല്ലേണ്ടത്? നിങ്ങൾക്ക് അറിയുന്ന ഏത് സ്വലാത്തും ചെല്ലാം. പുണ്യമായ രാവുകളാണ്. മറ്റേ ഫാത്തിമിയ സ്വലാത്ത് ചെല്ലാം, ഇബ്രാഹിമിയ സ്വലാത്ത് ചെല്ലാം. പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രി വെള്ളിയാഴ്ച രാവ് കൂടെയാണ്. ഒരു 300 സ്വലാത്തെങ്കിലും ചുരുങ്ങിയത് നമ്മൾ ചൊല്ലണം. താജ് സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അത് ചൊല്ലാം, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നവർക്ക് അത് ചൊല്ലാം. അതേതായാലും ചുരുങ്ങിയതൊരു 300 പ്രാവശ്യമെങ്കിലും സ്വലാത്ത് ചൊല്ലണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യണം. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും ദുആ ചെയ്യണം, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും ദുആ ചെയ്യുക. അതുപോലെ മരണപ്പെട്ടു പോയ കുടുംബങ്ങൾക്ക്, നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക്, മരണപ്പെട്ട മുഅ്മിനീങ്ങൾക്കൊക്കെ നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. ദുആക്ക് ഇജാബത്തുള്ള രാവാണ്. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട മറ്റൊരു പ്രാർത്ഥന റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഹസനത്ത് കൊണ്ടാ. ദുനിയാവിൽ നല്ല വീടും മക്കളും ഭർത്താവും ഭാര്യയും ഒക്കെ അതിൽ പെട്ടു, അത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. നല്ല ജോലി കൊണ്ടല്ല, സമ്പത്ത് കൊണ്ടല്ല, ആഖിറത്തിൽ സ്വർഗം നൽകണേ അല്ല, രക്ഷ നൽകണേ അല്ല, നരകത്തിനെ തൊട്ട് കാക്കണേ അല്ല. ഇതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. അതുകൊണ്ട് ഈ പ്രാർത്ഥന ആരും മറന്നു പോകരുത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. അതുപോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും നമ്മൾ ദുആ ചെയ്യുക. അറബി അറിയാത്ത ആളുകൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി. മുഅ്മിനീങ്ങളെ നീ രക്ഷിക്കണേ അല്ലാ, മുഅ്മിനീങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ലാ, മുസ്ലിമീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ. ഇങ്ങനെ അറിയുന്ന രൂപത്തിൽ നമ്മൾ മുസ്ലിമീങ്ങൾക്ക്, ലോക മുഅ്മിനീങ്ങൾക്ക് ദുആ ചെയ്യുക.
അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുഹറം 10-ന്റെ അന്ന് കുടുംബക്കാർക്ക് ഭക്ഷണത്തിൽ വിശാലത ചെയ്യുക. കഴിവിന്റെ പരമാവധി നമ്മൾക്ക് എന്താണോ കഴിയുക അത് കുടുംബക്കാർക്ക്, പാവപ്പെട്ട കുടുംബക്കാർക്ക് കൊടുക്കുക. അതുപോലെ നല്ലൊരു നോമ്പ് തുറക്കം നടത്തിയാൽ വലിയ ബറക്കത്താണ്, വലിയ പോരിശ ഉണ്ടാകും. ഒരു വർഷം അള്ളാഹു സാമ്പത്തികമായ അഭിവൃദ്ധി നൽകും, ഒരു വർഷം അള്ളാഹു പട്ടിണി നൽകൂല എന്നാ. മുഹറം 10-ന്റെ അന്ന് കുടുംബക്കാർക്ക് ഭക്ഷണത്തിൽ വിശാലത ചെയ്തു കൊടുത്താൽ, അതുകൊണ്ട് നമ്മളെ കുടുംബത്തിൽ പാവപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വാങ്ങാൻ കൊടുക്കുക. അതുപോലെ നമ്മളെ കുടുംബത്തിൽ നമ്മളെ മക്കൾക്ക്, ഭാര്യമാർക്ക്, ഭർത്താക്കന്മാർക്കൊക്കെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും വാങ്ങി കൊടുക്കുകയും ചെയ്യുക വല്ല പുണ്യമുള്ള കാര്യമാണ്. അതുപോലെ ഇന്നത്തെ രാത്രി തഹജ്ജുദ് നിസ്കാരം ഒഴിവാക്കരുതേ. പുണ്യമുള്ള ദിവസമാണ് തഹജ്ജുദ്. ആത്മാർത്ഥമായി നേരത്തെ തന്നെ എണീറ്റ് നിസ്കരിക്കുക. അതോടൊപ്പം തന്നെ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം 1 പ്രാവശ്യമോ 3 പ്രാവശ്യമോ അസ്മാഉൽ ഹുസ്ന ചൊല്ലുക. അതിനുശേഷം സൂറത്ത് യാസീൻ ഓതിയിട്ട് യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ് എന്നൊരു 101 പ്രാവശ്യം പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് അങ്ങ് ദുആ ചെയ്തോ. ഇൻഷാ അല്ലാഹ് നിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. കാരണം എന്താ, നല്ലൊരു സമയം. തഹജ്ജുദ് നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട്, യാസീൻ ഓതിയിട്ടുണ്ട്, അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്ത് അള്ളാഹു ദുആ സ്വീകരിക്കും. യാ ലത്തീഫ് എന്ന ഇസ്മി നമ്മൾ ചൊല്ലി വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണത്. അള്ളാഹു സ്വീകരിക്കട്ടെ. അതുപോലെ തന്നെ നോമ്പ്, ആശുറാന്റെ നോമ്പിന്റെ നിയ്യത്താരും മറന്നു പോകരുത്. മുഹറം 10-ന്റെ നോമ്പ് ഒരാൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവന്റെ 1 വർഷത്തെ പാപം അള്ളാഹു പുറത്തൊടുക്കുകയാണ്. നമ്മൾ എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, ആ പാപങ്ങളൊക്കെ ഒരൊറ്റ നോമ്പ് കൊണ്ട് അള്ളാഹു മാപ്പ് നൽകുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മുഹറം 10-ന്റെ നോമ്പിന്റെ നിയ്യത്താരും മറക്കരുത്. നാളത്തെ മുഹറം 10-ന്റെ നോമ്പ് അള്ളാഹു തആലാക്ക് വേണ്ടി അനുഷ്ഠിക്കാൻ ഞാൻ കരുതുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ മതി. ഇനി രാത്രി ഒരാൾ നിയ്യത്ത് മറന്നു കഴിഞ്ഞാൽ സുബ്ഹിന്റെ ശേഷം നോമ്പ് മുറിയുന്ന ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ലെങ്കിൽ ഉച്ചന്റെ മുമ്പായി നിയ്യത്ത് വെച്ചാൽ അവർക്ക് ആ നോമ്പിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പല ആളുകളും ചോദിക്കാറുണ്ട്, മുഹറം 10-ന്റെ 9-ന്റെ നോമ്പ് നീർച്ചയാക്കി, ആ സമയത്ത് മെൻസസ് ആയാൽ എന്താണ് ചെയ്യുക ഉസ്താദേ? ഇൻഷാ അല്ലാഹ് മുഹറം 9-ന്റെ 10-ന്റെ നോമ്പ് നമ്മൾക്ക് ഖലാ വീട്ടാവുന്നതാണ്. മുഹറം 10, 9 ഒക്കെ കഴിഞ്ഞ് മെൻസസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആ നോമ്പ് ഖലാ വീട്ടാവുന്നതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ മെൻസസ് ഉള്ളമ്മമാര് ഏത് ദിക്റാണ് ചെല്ലേണ്ടത്? ഈ പറഞ്ഞ ദിക്റുകളൊക്കെ നിങ്ങൾക്ക് ദിക്റാണ് എന്ന നിലക്ക് ചെല്ലാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, അത് ഖുർആനിലുള്ള ആയത്താണ്, പക്ഷെ അത് ദിക്റാണ് എന്ന നിലക്ക് നിങ്ങൾക്ക് ചെല്ലാം. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന എന്നുള്ളത് ഖുർആനിലെ ആയത്താണ്, അത് ദിക്റാണ് എന്ന നിലക്ക് നിങ്ങൾക്ക് ചെല്ലാം. അതുപോലെ ഞാൻ ഈ പറഞ്ഞ ദിക്റുകളൊക്കെ നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ്. യാസീൻ ഓതണ്ട, സൂറത്തുൽ വാഖിയ ഓതണ്ട, സൂറത്തുൽ മുൽക്ക് ഓതണ്ട, അത് ഒരുപാടുണ്ട്. അത് ദിക്റാണ് ചൊല്ലിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാവും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് അറിയുന്ന സ്വലാത്തുകളൊക്കെ ചെല്ലാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാം, അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലാം. അതുപോലെ തന്നെ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന ദിക്റുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ മഹത്തായ ദിവസങ്ങളുടെ മുഴുവനും പോരിശയിൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.